സ്വാമി പൂർണ്ണാമൃതാനന്ദയായിട്ടുള്ള ബന്ധം, അമ്മ നാശമായിട്ടുള്ള ബന്ധം ഏതാണ്ടൊരു 40 വർഷത്തിന് മുൻപാണ്. അമ്മ മന്ത്രോപദേശം തന്നിട്ട് സ്വാമിജിയാണ് എനിക്കത് ചൊല്ലിത്തരുന്നത്. അപ്പം അന്നോട്ട് സ്വാമിജിയായിട്ട് ബന്ധമുണ്ട്. പക്ഷെ ഞാൻ നേരെയൊന്നുമില്ല. അമ്മയും സ്വാമിജിയൊക്കെ വേണ്ട പോലെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട്. അമ്മ പറയുന്നത് ഈ കള്ളനാണ് ശരിയാണ്. അമ്മയ്ക്കറിയാതെ കള്ളത്തരൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന ലക്ഷ്യം. അപ്പോൾ അതൊക്കെ അമ്മയുടെ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വളരെ എൻ്റെ അമ്മയൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെയാണ്. അമ്മ അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത്, എൻ്റെ സ്വന്തം പെറ്റമ്മയൊക്കെ. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടാണ്, അത് സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചത്. അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റം വരുത്തി വലിയൊരു മഹാനാവണമെന്ന് എനിക്ക് ആഗ്രഹമാണ്. എനിക്കൊരു കള്ളത്തരത്തിൽ കൂടെ ജീവിച്ചു പോയാൽ എന്ന് തോന്നിയിട്ടുണ്ട്. ആ വാത്സല്യത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി നമിക്കുന്നു. ഒരു പത്മനാഭനാശാനം പോലെയുള്ള ഒരു കഥകളി നടനെ ആദരിക്കുന്ന ഇതുപോലുള്ള ഒരു വലിയ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള പ്രാഥമികമായിട്ടുള്ള യോഗ്യതകളൊന്നും ഇല്ലാത്ത ആളാണ്. സിനിമാ നടനൊന്നും കഥകളി നടനും തമ്മിൽ യാതൊരുവിധ താരതമ്യമില്ല. നടൻ എന്നൊക്കെ പറയാമെന്ന് മാത്രമേ. എനിബഡി ക്യാൻ ഡു ദാറ്റ്. സിനിമയിലായിട്ട് അഭിനയിക്കാം. ഞാനൊരു ഇതുപോലെ തന്നെ ഒരു 10-40 വർഷം മുൻപ് ഈ എറണാകുളത്ത് ഷാനായി സ്റ്റേജിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിനിമ ബെറ്റ്സി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അപ്പം അന്ന് ആനിമേഷനൊന്നും വന്നിട്ടില്ല. ഇതുപോലെ ഡിജിറ്റൽ യുഗമല്ല, വളരെ മുൻപുള്ള സിനിമ. ഈ സിനിമ അന്നത്തെ വളരെ ബോക്സ് ഓഫീസ് വിജയമാണ്. എവിടെ ലോകത്തിൽ മുഴുവൻ എല്ലാവരും ഓടിയുള്ള സിനിമ. ലവ് സ്റ്റോറിയാണ്. അതിലേറ്റവും തമാശ, ആ ലവ് സ്റ്റോറിയിലെ നായകനും നായികയും ഒരു നായയും ഒരു പട്ടികളും, ഒരു പെൺപട്ടി ഒരു ആൺപട്ടികളും. ഇവർ തമ്മിലുള്ള പ്രണയം. ഒരു ബോക്സർ വില്ലനാണ്. മനുഷ്യന്മാരില്ല. അപ്പൊ ഇവരിതിനെ ഒളിച്ചോടുന്നതാണ്. അവസാനം പിടിക്കാൻ വേണ്ടി വരുന്നു, ഇവർ ഒളിച്ചോടുന്നു, ഇവർ തമ്മിലുള്ള പ്രണയം, പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു സിനിമാ നടനാവണമെങ്കിൽ മനുഷ്യനാവുമെന്നും വേണ്ട, നായിയായാലും മതി. ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യം. കാരണം അതിൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ആക്ടിങ്, അതിൻ്റെ നടനത്തെ നിർണയിക്കുന്നത് ഡയറക്ടറാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങേര് പറയും. സത്യത്രയോട് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആക്ടേഴ്സിനെ എങ്ങനെയാണ് നിങ്ങൾ പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചു. തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നപ്പോൾ ചോദ്യം ചോദിച്ചത് KP കുമാരനോ മറ്റോ ആണ്. തിരുവനന്തപുരത്ത് സത്യത്ര വന്നപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനുള്ള സദസ്സിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്, ആക്ടർ എന്താണ് താങ്കളെ സംബന്ധിച്ചിടത്തോളം ആക്ടർ ആരാണ്? പ്രശസ്ത സംവിധായകനായിട്ടുള്ള സത്യത്രയോട് ചോദിച്ച ചോദ്യം ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം വളരെ കൂളായിട്ടും അതിന് പറഞ്ഞ മറുപടി, ആക്ടർ ഈസ് ഓൺലി എ ടൂൾ, ഒരു ഉപകരണം മാത്രമാണ്. ഞാൻ പറയുന്നത് ചെയ്യുന്ന ഒരു സാധനം മാത്രമാണ്. അപ്പൊ സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ ഡയറക്ടർ പറയണത് ചെയ്യുന്ന ഒരു ഉപകരണം മാത്രം, നല്ല ഉപകരണമായിരിക്കണം എന്ന് മാത്രം. മമ്മൂട്ടിയെ പോലെ നല്ല ഉപകരണമായിരിക്കണം, അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ നല്ല ടൂളായിരിക്കണം, അതവർ തിരഞ്ഞെടുക്കും. പക്ഷെ കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അനേക വർഷങ്ങളുടെ ഒരു പരിശീലനവും തപസ്യയും സബരിയും ഒക്കെയാണ് ആ ജീവിതത്തിൻ്റെ ഒരു ദിവസമാണ്. പത്മനാഭനാശനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരമ്പരയുടെ കണ്ണിയാണ്. ആ ഒരു പരമ്പരയുടെ കണ്ണിയായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ അതിൻ്റെ ഉപാസന ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരാൾക്ക്, എന്നെപ്പോലുള്ള ഒരു തേർഡ് റേറ്റ് സിനിമാ നടൻ വന്നിട്ട് ഇതിൻ്റെ ഉപഹാര സമർപ്പണ യോഗം ഉദ്ഘാടനം ചെയ്തത് എനിക്ക് ചെറിയ അപാകതയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുന്നംകുളം കഥകളി ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. എനിക്ക് കഥകളി ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ എന്തിനാ പ്രസിഡൻ്റായെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടുള്ള സേവന പ്രവൃത്തിയാണ്. കാരണം കുന്നംകുളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു, ഞാൻ സ്വാമിയോടും പറയായിരുന്നു,
ഈ കുന്നംകുളം എന്ന് കേട്ടാൽ സാധാരണ എല്ലാവരും പറയും ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു സ്ഥലമാണ്. ഞാനത് കാരണം പണ്ടൊക്കെ എവിടെ നാട് എന്ന് ചോദിച്ചാൽ എൻ്റെ നാട് കുന്നംകുളമാണെങ്കിൽ ഞാൻ പറയും ഗുരുവായൂരാണ്. നല്ലൊരു ആയത്തിൻ്റെ പേര് കിടന്നോട്ടെ അടുത്ത് തന്നെയാണ്. കുന്നംകുളം എന്ന് പറയില്ല. കുന്നംകുളം എന്ന് പറഞ്ഞാൽ ഒട്ടനെ പറയും ശ്രീരാമൻ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ശ്രീരാമനാണല്ലേ. അപ്പം അതൊക്കെ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലൊക്കെ മാറ്റി പറയാറായിരുന്നു. പിന്നെ ഒരു അതിൻ്റെ ചരിത്ര വഴികളിലേക്ക് പോയപ്പോൾ എനിക്ക് തോന്നി കുന്നംകുളത്തിൻ്റെ മാഹാത്മ്യവും ഒക്കെ മനസ്സിലാക്കവേ ആണ് വളരെ അടുത്തെന്ന് പറഞ്ഞ ഒരു 10-15 വർഷം മുൻപാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപനത്തിനെ പറ്റിയിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുന്നംകുളത്തുകാരൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഇന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക സ്ഥാപനം എന്നുള്ള നിലയിൽ തലയുയർത്തി നിൽക്കുന്ന കേരള കലാമണ്ഡലം. ഒരു കുന്നംകുളത്തുകാരൻ്റെ മനസ്സിലുണ്ടായ ഒരു ആശയമാണ്. 1920കളിൽ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ക്ഷീണിച്ചപ്പോൾ, നികുതി പണം കിട്ടാതെയായപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു, പുതിയ വിനോദങ്ങൾ വരുന്നു, സിനിമ വരുന്നു, നാടകം വരുന്നു, ക്രിക്കറ്റ് വരുന്നു, ഫുട്ബോൾ വരുന്നു. ഈ കഥകളി കാണാൻ ആളില്ലാതെ ആയ ഒരു സന്ദർഭത്തിൽ കഥകളിയെ ഹൃദയത്തിലെത്തിയ വലിയ കുഞ്ഞുണ്ണി രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ, കക്കാട് കാരണവപ്പാടായിട്ട് പിന്നീട് അഭിഷിക്തനായിട്ടുള്ള വലിയ കുഞ്ഞുണ്ണി രാജ എന്നുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള വള്ളത്തോൾ മഹാകവിയെയും അതുപോലെ തന്നെ മുകുന്ദരാജയെയും വിളിച്ചു വരുത്തി. മുകുന്ദരാജ ബന്ധുവാണ്, പെങ്ങളുടെ മകനാണ്, മകളെ കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ വള്ളത്തോളാവട്ടെ ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു ഈ കല നശിക്കാൻ പോവാണ്, കഥകളി ഉണ്ടാവില്ല. കാരണം ഇത് കൊണ്ടു കിടക്കാൻ പറ്റാണ്ടായി, ജന്മി കുടുംബങ്ങളൊക്കെ ഇല്ലാതെയായി പോവാണ്. അവർക്ക് ഒരു കഥകളി യോഗമോ കൊണ്ടു നടക്കാനോ അതിൻ്റെ ആൾക്കാരെ തീറ്റിപ്പറ്റാനോ വയ്യാണ്ടായി. അപ്പോൾ വലിയ ജന്മി കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെയാണ് വരുമാനമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കഥകളി ഉണ്ടാവുള്ളൂ. ഇനി അത്തരത്തിലുള്ള സംവിധാനങ്ങളെ ഇല്ലാണ്ടാവുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അതിൽ ഇനിയിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയാൽ തന്നെ കോൺഗ്രസിൻ്റെ ഇതിലൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കലകൾ നിലനിർത്തേണ്ടത്, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കേരളത്തിൻ്റെതായിട്ടുള്ളൊരു കലയെ നിലനിർത്തേണ്ടത് നമ്മളുടെ ആവശ്യമാണ്. ഇത് ആദ്യം മുകുന്ദരാജയ്ക്കൊന്നും മനസ്സിലായില്ല. കഥകളി താഴ്ന്നു കിടക്കുമ്പോൾ തട്ടമ്പുറത്ത് കയറി ജനലടച്ച് കിടന്ന് ഉറങ്ങുന്ന ആളാണ്. മൂപ്പർക്ക് ഇതിന് ചെണ്ട കൊട്ടുന്ന ശബ്ദം എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ വള്ളത്തോളിന് കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ ഈ പൂർണ്ണമായിട്ടും ഈ കഥകളിയെ ഉപാസിച്ച, അല്ലെങ്കിൽ കഥകളി ആരുമില്ലെങ്കിൽ അദ്ദേഹം തന്നെ കേളി കൂട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലിയാട്ടത്തിന് ചെണ്ട കൂട്ടുന്ന ആളാണ്, വീണ വായിക്കുന്ന ആളാണ്, കഥകളിപ്പത എഴുതിയിട്ടുള്ള ആളാണ് ഈ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇവരെ നിർബന്ധിക്കുകയും അദ്ദേഹം ചെലവും കൊടുത്ത് അതിൻ്റെ ആദ്യത്തെ ചെലവുകളൊക്കെ ചെയ്ത് കുന്നംകുളത്ത് കക്കാട് കാരണവപ്പാടായിട്ട് അഭിഷിക്തനായതിനു ശേഷം കോവിലകത്ത് 1930 ആഗസ്റ്റ് 12-ാം തീയതി നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തതാണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ സാംസ്കാരിക സ്ഥാപനമായിട്ടുള്ള കേരള കലാമണ്ഡലം. അതിൻ്റെ ഒരു കൈവഴി ഇന്നിവിടെ ഒരു പക്ഷേ ആ ഒരു ധാരയിൽ പത്മനാഭനാശാനും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുന്നംകുളത്ത് ആരംഭിച്ച കേരള കലാമണ്ഡലത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഞാൻ വലിഞ്ഞു കയറി വരുന്നത് എന്ന് എനിക്ക് സ്വയം ആശ്വസിക്കാം. ഞാൻ കുന്നംകുളത്തുകാരനാണ്. എനിക്ക് കഥകളിയുടെ പത്മനാഭനാശാന് ഇത്തരത്തിലുള്ള ഒരു മഹനീയമായിട്ടുള്ള അവാർഡ് കൊടുക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്, കുന്നംകുളത്തുകാരനായാൽ മതി എന്നെനിക്ക് തോന്നുകയും ഞാൻ വിളി സ്വീകരിക്കുകയും ചെയ്തത്. രണ്ടാമത് വിളിക്കുന്നത് ശ്രീസ്വാമിയാണ്, അമ്മയുടെ വിളിയാണ്. അപ്പം എന്തുകൊണ്ടും ഈ ഒരു സായാഹ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ധന്യമാണ്. ഞാൻ ആ കാലത്ത് ഈ പറഞ്ഞില്ല 40 വർഷം മുൻപൊക്കെ, 40 വർഷമായി തന്നെ തോന്നുന്നത്, ഏതാണ്ട് 40 വർഷം മുൻപൊക്കെ ഞാൻ ഈ വള്ളിക്കാവിലൊക്കെ പോകുമ്പോൾ സൂണച്ചനെ കണ്ടിട്ടുണ്ട്. അപ്പം അന്നൊന്നും എനിക്ക് യാതൊരു തരത്തിലും ഇദ്ദേഹം കഥകളിക്കാരനാണെന്ന് തോന്നിയിട്ടില്ല കേട്ടോ. മൂപ്പരവിടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് നടക്കുന്നുണ്ടായിരിക്കും. യാതൊരു തരത്തിലും കഥകളിക്കാരൻ്റെ ഒരു ശരീരഭാഷയൊന്നുമല്ല മൂപ്പര്, കുറച്ച് തടിച്ചിട്ടൊക്കെയുള്ള ആളാണ്. അപ്പോൾ മൂപ്പർക്ക് ഒട്ടും ഇങ്ങനെ ഒരു മാതാമൃതാനന്ദമയി ദേവിയുടെ അച്ഛനാണെന്നുള്ളൊരു ഭാവമൊന്നുമില്ല. മൂപ്പരൊന്നും പോലെ സാധാരണ പോലെ മുണ്ടൊക്കെ വളച്ചൊക്കെ കിട്ടി അങ്ങനെ അവിടെ നടക്കുന്നുണ്ടാവും. ഒറ്റ
തരത്തിലുള്ള മറ്റുള്ള തരത്തിലുള്ള മാറ്റങ്ങളും, അതായത് ആ പ്രദേശത്തിൻ്റെ തന്നെ മാറ്റം, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ തന്നെ മാറ്റത്തിന് നാന്ദി കുറിച്ച ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു മകളുടെ അച്ഛനാണ് എന്നുള്ള ഒരു ഭാവമില്ലാതെ അവിടെ നടക്കുന്നത് സാധാരണ ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ പേരിൽ അദ്ദേഹം കഥകളി ഇഷ്ടപ്പെട്ട ആളാണ്, കഥകളി നടനായിരുന്നു, കഥകളി സ്നേഹിച്ചിരുന്നു എന്നുള്ളത് പിൽക്കാലത്ത് അറിയുമ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്തായാലും ആ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഥകളിയോടുള്ള ഒരു ആഭിമുഖ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ആശ്രമത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള, ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ ഞാൻ സഹർഷം അവിടെ അഭിനന്ദിക്കുന്നു. പല ആൾക്കാർക്കും ഈ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഗോപിയാശനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഹിസ്റ്ററി അറിയില്ലെങ്കിലും ഞാനിപ്പോൾ ഈ ഒരു ക്ഷണത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് അറിയുന്നത്. അപ്പോൾ എല്ലാ കലകളെയും സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അപൂർവതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാ കലാകാരന്മാരും വരുന്ന സ്ഥലം, ഇപ്പം മോഹൻലാലായാലും അല്ലെങ്കിൽ ജയചന്ദ്രനായാലും പാട്ടുകാരായാലും എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം മനുഷ്യരെയും, എല്ലാ തരം മനുഷ്യരെയും ആശ്ലേഷിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ തരം മനുഷ്യരെയും ആകർഷിക്കുന്ന ഒരു പൊരുളാണ് അമ്മ. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ കഥകളി ആയിട്ടൊരു പ്രത്യേകത അതൊന്നുമില്ല. എല്ലാ കലാകാരന്മാരും കലാസ്വരൂപിണിയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ കലകളും അവർ സമ്മേളിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന് ക്ഷണിച്ചതിലും ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ കുറച്ച് സമയമെങ്കിലും നിങ്ങളായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിലൊക്കെയുള്ള ഒരു നന്ദി ആണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് അവസാനമായിട്ട് ഇനി പ്രസംഗം അധികം നീട്ടുന്നില്ല. എന്തായാലും ഇനിയും ആൾക്കാർ സംസാരിക്കേണ്ടതുണ്ട്. ഈ ഒരു പുരസ്കാരദാന ചടങ്ങ് വളരെ സസന്തോഷം ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.